മഴയ്ക്ക് നേരിയ ശമനമായതോടെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത്. അതിനാൽ പുലർച്ചെ ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടക തിരക്കിൽ കുറവുണ്ടായിരുന്നു. ശബരിമലയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ശബരിമല ഒന്നാകെ ചരണമന്ത്രങ്ങളാൽ മുഖരിതമായ എങ്ങും നിരവധി തീർത്ഥാടകരാണ് ഇന്നും സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മഴ അല്പം ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ തീർത്ഥാടകരുടെ തിരക്കിൽ അല്പം ഒരു ശമനമുണ്ടായിരുന്നു. പുലർച്ചെയൊക്കെ തന്നെ വീണ്ടും ആ തിരക്കിലേക്ക് സന്നിധാനം അമരുകയാണ്. എന്തായാലും ദൂരദേശങ്ങളിൽ നടക്കമുള്ള അന്യസംസ്ഥാനങ്ങളിൽ നടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വലിയ വർധനയുണ്ടായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. നമുക്കിപ്പോൾ നിന്നുള്ള അയ്യപ്പ സംഘമാണ് നമുക്കൊപ്പം ഉള്ളത്. എന്തായാലും ദീർഘയാത്രയ്ക്ക് ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തിയത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അനുഭവം? എങ്ങനെയാണ് സ്വാമി ശരണയ്യപ്പ? ഞങ്ങൾ ബഹറിൽ 16-ാം തീയതി അയ്യപ്പ വിളക്ക് നടത്തി. അന്ന് രാത്രി ഉള്ള ഫ്ലൈറ്റിന് പുറപ്പെട്ടാണ്. ഇന്നലെ കാലത്ത് കൂടെ എത്തിയിട്ട് നേരെ സന്നിധാനത്തേക്ക് ഇന്നലെ രാത്രിയോട് കൂടി എത്തി. നല്ല മഴയൊക്കെ ആയിരുന്നു. നല്ല മഴയിലും നല്ല ദർശനമൊക്കെ സുഖമായിരുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 10 പേര് കെട്ടുനിറച്ച് ഗൾഫ് രാജ്യത്ത് നിന്ന് ബഹറിൽ നിന്ന് ആദ്യമായിട്ട് സന്നിധാനത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾ തിരിച്ചു അതുപോലെ ഇന്ന് രാത്രിയോടുകൂടി കൊച്ചി എയർപോർട്ടിൽ എത്തി. അവിടെ രാത്രിയുടെ 8:30-ക്കുള്ള ഫ്ലൈറ്റ് തിരിച്ചു പോവാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു. ഈശ്വരൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഗംഭീരമായി. നല്ല യാത്രയായിരുന്നു. തിരക്ക് ഇപ്പോൾ കുറച്ച് കൺട്രോളായിട്ട് നല്ല സുഖമായിട്ട് തൊഴുതു. ബുദ്ധിമുട്ടില്ല, നല്ല തൊഴുതു. എല്ലാ സ്വാമിമാരും വളരെ സംതൃപ്തിയും സന്തോഷത്തോടെ ഉള്ളത്. അതുതന്നെയാണ് ദീർഘദൂരത്തെ ഒരു യാത്ര. പക്ഷേ ഭഗവാനെ കണ്ട് എല്ലാ ആ ഒരു വലിയ രീതിയിൽ ഞങ്ങൾ ആക്ച്വലി 16-ാം തീയതി അവിടുന്ന് അയ്യപ്പൻ വിളക്ക് കഴിഞ്ഞ് രാവിലെ ഇവിടെ നാട്ടിൽ നടക്കുന്ന മാതിരി സോപാന സംഗീതം, പിന്നെ ഭജൻസ്, അവിടുത്തെ വിളക്കുകൾ, പിന്നെ അയ്യപ്പൻ വിളക്ക്, അത് കഴിഞ്ഞ് കെട്ടുനിറ കഴിഞ്ഞിട്ട് ഞങ്ങൾ 16-ാം തീയതി അവിടെ നിന്ന് 17-ാം തീയതി രാവിലെ ഇവിടെ എത്തി. എയർപോർട്ടിലൊക്കെ ഭംഗിയായിരുന്നു. എല്ലാമേ നേരെ വന്നു. നല്ല ദർശനം. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഒരു ട്രിപ്പ് വരുന്നത്. ഇനി ഗുരുസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ വരണമെന്നുണ്ട്. തമിഴ് സ്വാമിമാരുണ്ട്, തമിഴ് സ്വാമി കന്റിസ്വാമിയാണ്. എല്ലാ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സുഖദർശനം തന്നെ ഇപ്പോൾ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സ്വാമിമാർ പറയുന്ന പോലെ തന്നെ വരും വർഷങ്ങളിലും ഇതേപോലെ തന്നെ ഭഗവത് ദർശനത്തിനായി എത്തുമെന്നുള്ള ഒരു ഉറപ്പോടെയാണ് ഈ ഭക്തരെല്ലാം തന്നെ ഈ സന്നിധാനത്തു നിന്നും പടിയിറങ്ങുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്.